11 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസ്സബാത ഫിൽ അംർ വൽ അസീമത അല റുഷ്ദ് വഅസ്അലുക മൂജിബാതി റഹ്മതിക വഅസായിമ മഗ്ഫിറതിക വഅസ്അലുക ശുക്ര നിഅമതിക വഹുസ്ന ഇബാദതിക വഅസ്അലുക ഖൽബൻ സലീമാ വലിസാനൻ സ്വാദിഖാ വഅസ്അലുക മിൻ ഖൈരി മാ തഅലം വഅഊദു ബിക മിൻ ശർരി മാ തഅലം വഅസ്തഗ്ഫിറുക ലിമാ തഅലം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത? പണ്ഡിതന്മാർ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, ഇഷ്തമല അലാ ജിമാഇൽ ഖൈർ വ അബ്വാബിൽ ബിർ. ഇഷ്തമല, ഈ പ്രാർത്ഥനയിൽ ഒന്നിച്ചു വന്നിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അലാ ജിമാഇൽ ഖൈർ, എല്ലാ നന്മകളും റബ്ബിനോട് ചോദിക്കാനുള്ള മുഴുവൻ വാചകങ്ങളും ഇതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അബ്വാബൽ ബിർ, നന്മയുടെ കവാടങ്ങൾ തുറക്കാൻ ഈ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. എല്ലാ നന്മയുടെയും ഭാഗങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ഒന്നാമത്തെ കാര്യം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, തീർച്ചയായും ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അസ്സബാത ഫിൽ അംർ, കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ്. ഞാൻ മനസ്സിലാക്കിയ നന്മയിൽ, സത്യത്തിൽ ഇടറിപ്പോകാതെ, പതറിപ്പോകാതെ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ്, ഇസ്തിഖാമത്ത് റബ്ബേ നീ എനിക്ക് നൽകണമേ. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഒന്നാമതായി ചോദിക്കാൻ പഠിപ്പിക്കുന്നത്. ഒരു നന്മ മനസ്സിലാക്കുക എന്നതിലേറെ പ്രധാനമാണ് ആ മനസ്സിലാക്കിയ നന്മയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നത്. ഒരു സത്യം തിരിച്ചറിയുക എന്നതിലേറെ പ്രധാനമാണ് തിരിച്ചറിഞ്ഞ സത്യവുമായി ജീവിതാവസാനം വരെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നത്. അതുകൊണ്ട് ഇസ്തിഖാമത്തിനു വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദവാമു അലദ്ദീനി വൽ ഇസ്തിഖാമത്തു അലൈഹി, ദീനിൽ ഉറച്ചു നിൽക്കുകയും അതിൽ മുന്നോട്ട് പോവുകയും സാധിക്കുക എന്നതിനെയാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. സഹോദരങ്ങളെ, എത്രത്തോളം എന്നോ നമ്മൾ ശക്തമായി റബ്ബിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ശക്തമായ കാവലും കരുതലുമില്ലെങ്കിൽ ഏത് തിന്മയിലേക്കും നമ്മൾ തെറ്റിപ്പോകും, ഏത് നന്മയിൽ നിന്നും നമ്മൾ പിഴച്ചു പോകും. സഹോദരങ്ങളെ, ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യം വൽ അസീമത അലർ റുഷ്ദി, വൽ അസീമത അലർ റുഷ്ദി, സന്മാർഗത്തിലെ ദൃഢനിശ്ചയം നീ എനിക്ക് നൽകണമേ. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. സത്യത്തിൽ ഉറച്ചു നിൽക്കാനും സന്മാർഗം കണ്ടെത്തിയിട്ട് അതിലൂടെ മുന്നോട്ട് പോകാനും നീ എന്നെ സഹായിക്കണമേ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഓരോ കാര്യവും നല്ല രീതിയിൽ ചെയ്യാനും അങ്ങനെ വിജയവും രക്ഷയും സഹായവും കരസ്ഥമാക്കാനും എനിക്ക് നീ തൗഫീഖ് നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് അത് മുഖേന വിജയിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് രണ്ടാമതായി പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, മൂന്നാമത്തേത് വഅസ്അലുക മുജിബാതി റഹ്മതിക, അല്ലാഹുവേ, നിന്റെ കാരുണ്യം നേടാനാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കിട്ടാൻ എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ വേണ്ടത് അതൊക്കെ ചെയ്യാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ റഹ്മത്തിനു വേണ്ടി, നിന്റെ കാരുണ്യത്തിനു വേണ്ടി യാചിക്കുന്നവരാണ് ഞങ്ങൾ. നിന്റെ കാരുണ്യമാണ് ഞങ്ങളുടെ പ്രതീക്ഷ, നിന്റെ കാരുണ്യമാണ് ഞങ്ങളുടെ ആഗ്രഹം, നിന്റെ കാരുണ്യമാണ് ഞങ്ങളുടെ ആവശ്യം. അത് നേടാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ എന്നാണ് മൂന്നാമതായി പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, അസ്ഹാബുൽ കഹ്ഫ് ആ ഗുഹയിൽ അഭയം പ്രാപിച്ച സമയത്ത് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ് ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ ഗുഹയിൽ അഭയം തേടിയ അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ. വഹയ്യിഗ് ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒരു തൻ്റെടം, ഒരു സന്മാർഗബോധം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ആ ഗുഹയിൽ അഭയം പ്രാപിച്ചതെങ്കിൽ മൂന്നാമതായി റബ്ബിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹുവേ, നിന്റെ കാരുണ്യം കിട്ടാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെയും നീ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്. സഹോദരങ്ങളെ, നാലാമത്തേത് വഅസായിമ മഗ്ഫിറതിക, നിന്റെ പാപമോചനം കിട്ടാൻ, മഗ്ഫിറത്ത് കിട്ടാൻ ഞങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ നീ ഞങ്ങളെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതാണ് സഹോദരങ്ങളെ നാലാമതായി ചോദിക്കുന്നത്. മൂന്നാമത്തേതും നാലാമത്തേതും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്? മർഹമത്തും മഗ്ഫിറത്തും നൽകണേ അല്ലാഹ്, കാരുണ്യവും പാപമോചനവും നൽകണേ അല്ലാഹ്. ചെയ്തുപോയ പാപങ്ങൾ പുറത്തു തരികയും നിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗം നൽകുകയും ചെയ്യണമേ അല്ലാഹ്.
മഗ്ഫിറത്തും മർഹമത്തുമാണ് മൂന്നാമത്തേതും നാലാമത്തേതുമായി ചോദിക്കാൻ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വഅസാഇമ മഗ്ഫിറതിക, അല്ലാഹുവേ നിന്റെ പാപമോചനം കിട്ടാൻ ആവശ്യമായത് ചെയ്യാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, അഞ്ചാമത്തേത് വഅസ്അലുക ശുക്ര നിഅമതിക, അല്ലാഹുവേ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ തൗഫീഖ് നൽകണേ. സഹോദരങ്ങളെ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ! ഓരോ നിമിഷവും ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ് ഞാനും നിങ്ങളും. പക്ഷേ പലപ്പോഴും നമുക്കതറിയാത്തത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. ഒരല്പസമയത്തേക്ക് ഹൃദയമിടിപ്പ് നിന്നു പോകുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കിഡ്നി ഒരാഴ്ചക്ക് വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രയാസം നമ്മൾ അറിയുന്നത്. ഡയാലിസിന് വിധേയമാകുമ്പോഴാണ് ആ നിഅമത്ത് നമ്മൾ തിരിച്ചറിയുന്നത്. അല്ലാഹുവേ നീ ചെയ്യുന്ന ഓരോ നിമിഷവും, നീ ചെയ്യുന്ന ഓരോ അനുഗ്രഹത്തിനും ഓരോ നിമിഷവും നന്ദി കാണിക്കാൻ വഅസ്അലുക ശുക്ര നിഅമതിക, നിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളമായി സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ അനുഗ്രഹവും ആസ്വദിക്കുമ്പോൾ അതിന് നന്ദി കാണിക്കാനുള്ള മനസ്സ് എനിക്ക് നൽകണമേ എന്ന് റബ്ബിനോട് തേടണം. ആറാമത്തേത് വഹുസ്ന ഇബാദതിക, വഹുസ്ന ഇബാദതിക, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, നിന്നെ ആരാധിക്കുന്നത് നല്ല രീതിയിലാക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഈ അഞ്ചാമത്തേതും ആറാമത്തേതും തമ്മിൽ ബന്ധമുണ്ട്. അല്ലാഹുവേ നീ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും നിന്നെ നല്ല നിലക്ക് ആരാധിക്കാനും നീ എനിക്ക് തൗഫീഖ് നൽകണമേ എന്നാണ് അതിലൂടെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നമസ്കാരാനന്തരവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക നിന്നെ ഓർക്കാൻ, വശുക്രിക നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് നൽകണമേ. ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഏഴാമത്തെ കാര്യം വഅസ്അലുക ഖൽബൻ സലീമാ, വഅസ്അലുക ഖൽബൻ സലീമാ, അല്ലാഹുവേ ശുദ്ധമായൊരു ഹൃദയം തരണേ, കുറ്റമറ്റ ഹൃദയം തരണേ, നല്ല ഹൃദയത്തിൻ്റെ ഉടമയാക്കണേ, നല്ല മനസ്സിൻ്റെ ഉടമയാക്കണേ. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ ആ വാചകം. നമ്മുടെ ഖൽബ് സലീമാകണം, തിന്മകളില്ലാത്ത, ഹറാമുകളില്ലാത്ത, വിദ്വേഷവും പകയുമില്ലാത്ത ശുദ്ധ മനസ്സിൻ്റെ ഉടമയാകണം ഞാനും നിങ്ങളും. എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹ് പറയാണ്, റസൂലുള്ളാഹ് പഠിപ്പിക്കാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസം വരാനുണ്ട്. സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത, സന്താനങ്ങളെ കൊണ്ട് വിജയിക്കാനാകാത്ത ഒരു ദിവസം വരാനുണ്ട്. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർ മാത്രം രക്ഷപ്പെടുന്ന ദിവസമാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കുറ്റമറ്റ ഹൃദയത്തിൻ്റെ ഉടമകളായി റബ്ബിനെ കണ്ടുമുട്ടുന്നവർ മാത്രം രക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം, വഅസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഖൽബൻ സലീമാ, ഖൽബൻ സലീമാ, കുറ്റമറ്റൊരു ഹൃദയത്തെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എട്ടാമതായി റസൂലുള്ളാഹി പഠിപ്പിച്ചത് വലിസാനിൻ സ്വാദിഖാ, സത്യം പറയുന്ന ഒരു നാവിനെ തരണേ അല്ലാഹ്. ഇത് രണ്ടും സഹോദരങ്ങളെ വലിയ ബന്ധമുണ്ട്. കുറ്റമറ്റ ഹൃദയമുള്ളവർക്കേ സത്യം പറയുന്ന നാവുണ്ടാവുകയുള്ളൂ. സത്യം മാത്രം പറയുന്നവൻ്റെ ഹൃദയമേ ശുദ്ധിയാവുകയുള്ളൂ. ഖൽബൻ സലീം, അതുപോലെ തന്നെ ലിസാനുൻ സ്വാദിഖും, അത് രണ്ടും നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അയ്യുന്നാസി അഫ്ളൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടൻ ആരാണ്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ, കുല്ലു മഖ്മൂമിൽ ഖൽബ്, ഹൃദയം ശുദ്ധീകരിച്ചവൻ, വസദൂഖിൽ ലിസാൻ, നാവ് സത്യം പറയാൻ ഉപയോഗിക്കുന്നവൻ. സത്യം പറയുന്ന നാവും കുറ്റമറ്റ ഹൃദയവും ഉള്ളവൻ ചേർത്തി പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ തിരിച്ചു ചോദിച്ചു, ഖാലു സദൂഖുൽ ലിസാനി നഅരിഫുഹു യാ റസൂലല്ലാഹ്, ഓ പ്രവാചകരെ, സത്യം പറയുന്ന നാവുള്ളവൻ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഫമാ മഖ്മൂമുൽ ഖൽബ്, ഹൃദയം മഖ്മൂമാക്കിയവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങ് ഉദ്ദേശിച്ചത്? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ വലാ ഖില്ല വലാ ഹസദ, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, കുശുമ്പില്ലാത്ത, വാശിയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത തഖ്വയുള്ള ഹൃദയത്തിൻ്റെ ഉടമ, അതാണ് മഖ്മൂമുൽ ഖൽബ്.
അതാണ് മഹ്മൂമുൽ ഖൽബ്. അറബി ഭാഷയിൽ മഹ്മൂമുൽ ഖൽബ് അല്ലെങ്കിൽ ഹമ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടൈൽസൊക്കെ ആദ്യം വെള്ളമൊഴിച്ച് പിന്നീട് ചൂല് കൊണ്ടടിച്ച് പിന്നെ വീണ്ടും വെള്ളമൊഴിച്ച് പിന്നെ സോപ്പ് വെള്ളം കൊണ്ട് കഴുകി പിന്നെ ഉണങ്ങിയ തുണിക്കഷ്ണം കൊണ്ട് തുടച്ചെടുത്താൽ കിട്ടുന്ന വൃത്തിക്കാണ് മഹ്മൂം എന്ന് പറയുക. നമ്മുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് ആദ്യം വെള്ളമൊഴിച്ച് പൊടി കളഞ്ഞ് പിന്നീട് സോപ്പ് വെള്ളം കൊണ്ട് കഴുകി വീണ്ടും വെള്ളമൊഴിച്ച് അവസാനം നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്താൽ കിട്ടുന്ന വൃത്തിക്കാണ് മഹ്മൂം എന്ന് പറയുക. മഹ്മൂമുൽ ഖൽബാകണം. ആരോടും ദേഷ്യമില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷവും പകയുമില്ലാത്ത ഹൃദയം റബ്ബേ നീ എനിക്ക് നൽകണമേ എന്ന് ഒരു അടിമയോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വഅസ്അലുക ഖൽബൻ സലീമ വലിസാനൻ സാദിഖ. അതാണ് 7ഉം 8ഉം കാര്യങ്ങളെങ്കിൽ 9ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം. അല്ലാഹുവേ നിനക്കറിയുന്ന എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു, എനിക്ക് പലതിനെക്കുറിച്ചും അറിയില്ല, അത് നന്മയാണോ തിന്മയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്കറിയുന്ന നന്മകൾ അല്ലാഹുവേ ഞാനിതാ നിന്നോട് ചോദിക്കുകയാണ്. 10ാമതായി വഅഊദു ബിക മിൻ ശർരി മാ തഅലം. അല്ലാഹുവേ നിനക്കറിയുന്ന തിന്മകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയാണ്. എനിക്കറിയില്ല അത് തിന്മയാണോ എന്ന്, എനിക്കറിയില്ല അതിൻ്റെ അബദ്ധം എന്താണെന്ന്, പക്ഷേ നിനക്കറിയുന്ന തിന്മകളിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു. നിനക്കറിയുന്ന നന്മകൾ ഞാൻ ചോദിക്കുന്നു, നിനക്കറിയുന്ന തിന്മകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. അതാണ് 9ാമത്തേതും 10ാമത്തേതുമായ കാര്യങ്ങൾ. വഅസ്അലുക മിൻ ഖൈരി മാ തഅലം വഅഊദു ബിക മിൻ ശർരി മാ തഅലം. 11ാമതായി അവസാനമായി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅസ്തഗ്ഫിറുക ലിമാ തഅലം. നിനക്കറിയുന്ന ഒരുപാട് അബദ്ധങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ടാകും. വഅസ്തഗ്ഫിറുക. അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്, പൊറുത്തു തരണേ അല്ലാഹ്, പാപിയാണ് ഞാൻ, തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയ അടിമയാണ് ഞാൻ, പൊറുത്തു തരണേ അല്ലാഹ്. എന്നിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു, നീ പറയണം ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ നീയാണ് അദൃശ്യജ്ഞാനം അറിയുന്നവൻ, നീ എല്ലാം അറിയുന്നവനാണ്. അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ട് റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് നീ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞു, ഹാദാ ഈ പ്രാർത്ഥനയുണ്ടല്ലോ സുആലുൻ ജാമിഉൻ, എല്ലാം അടങ്ങുന്നൊരു ചോദ്യമാണ്. ലിൽ ഇസ്തിആദത്തി മിൻ കുല്ലി ശർർ, ഏതേത് തിന്മകളിൽ നിന്നും രക്ഷ തേടാനുള്ള ഒരു പ്രാർത്ഥനാ വാചകമാണ് ഇത്. വതലബി കുല്ലി ഖൈർ, എല്ലാ നന്മകളും ചോദിക്കാനുള്ള ഒരു പ്രാർത്ഥനാ വാചകമാണ് ഇത് എന്ന് ഷദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം, പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ തുടരണം. ജീവിതത്തിൽ ഈ പ്രാർത്ഥന വലിയൊരു ആയുധമായി നാം കാണണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.